ദേവികുളം മിഡിൽ ഡിവിഷനിൽ പടയപ്പയും ഇറങ്ങി ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം സൊസൈറ്റി അടിച്ചു തകർത്തു. വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന സാധനങ്ങൾ നശിപ്പിച്ചു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ബിനീഷ്, ഇടുക്കിയിൽ കാട്ടാനക്കൂട്ടം, പുലിയുടെ ആക്രമണം, വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. ഇന്നെന്തൊക്കെയാണ് സംഭവിച്ചത്? ലിബീഷ്, പുലർച്ചെ മുതൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ കാട്ടാനാക്രമണം രൂക്ഷമായി ഈ ചിന്നക്കനാൽ സിംഗണ്ടത്ത് തുടരുന്നത്. ഏതായാലും സിംഗണ്ടത്ത് 4 മണിയോടെ എത്തിയ ചക്കക്കൊമ്പൻ ഇവിടെയുള്ള ഈ സിംഗണ്ടം കവലയിലെ മനോജിന്റെ വീടിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഭിത്തിയിൽ, അതായത് പുറം ഭിത്തിയിൽ തലയിടിച്ച് കൊമ്പ് കൊണ്ടിടിച്ച് ഭിത്തി മറിച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് മനോജ് പിൻവാതിൽ തുറന്ന് ഒച്ച വെച്ചതോടെയാണ് ഈ ചക്കക്കൊമ്പൻ ഇവിടുന്ന് മാറിയത്. ഏതായാലും വീടിന് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭിത്തി, മുൻവശത്തെ ഭിത്തി വിണ്ടുകീറിയ നിലയിലാണ്. ഉള്ളിലെ സീലിംഗ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചക്കക്കൊമ്പൻ ഈ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ. RRT സംഘത്തെ നിയോഗിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി RRT സംഘം പോകുന്ന സമയത്ത് തന്നെ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. രാത്രിയും അല്ലെങ്കിൽ പുലർച്ചെയാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം 301 കോളനിയിലും ഇതേ സമയം വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ. ആ വീട് ഭാഗികമായി തന്നെ തകർത്ത് വീട്ടിലുണ്ടായിരുന്ന ഗോതമ്പും അരിയും ഇവിടെ ഉൾപ്പെടെയുള്ള അകത്താക്കിയ ശേഷമാണ് ചക്കക്കൊമ്പൻ ഇവിടുന്ന് തിരികെ മാറിയത്. അതിന് മുൻപ് തന്നെ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരെയും ഈ ആക്രമണം നടത്തിയിരുന്നു. ഏതായാലും ഈ അരിക്കൊമ്പന് പിന്നാലെയാണ് ഈ ചക്കക്കൊമ്പൻ ഇപ്പോൾ അരി തിന്നാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെ ആളുകൾ വളരെ ഭീതിയിലായിരിക്കുന്നത്. 301 കോളനിയിലടക്കമുള്ള ആളുകൾക്ക് രാത്രി ഉറക്കം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഈ ജനവാസ മേഖലയിൽ നിന്ന് ഈ ചക്കക്കൊമ്പൻ പിന്മാറുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അതോടൊപ്പം തന്നെ പടയപ്പ ഇന്നലെ രാത്രി 9:00-ഓടെയാണ് ദേവികുളം മിഡിൽ ഡിവിഷനിലെത്തിയത്. മിഡിൽ ഡിവിഷനിലെത്തി ഇവിടെയുള്ള ലയത്തിന് ഫ്രണ്ടിൽ മുൻവശത്തുള്ള വാഴയടക്കമുള്ള കൃഷിവിളകളെല്ലാം തന്നെ ഇരുന്ന് നശിപ്പിച്ചു. പിന്നീട് ആളുകൾ ബഹളം വെച്ചതോടെയാണ് ഈ പടയപ്പ ഇവിടെ നിന്ന് വീണ്ടും ഈ മിഡിൽ ഡിവിഷനിൽ തന്നെ ഈ മറ്റൊരു ജനവാസ മേഖലയിൽ തന്നെ പോയിട്ടില്ലെന്ന് വേണം നമുക്ക് പറയാൻ. മിഡിൽ ഡിവിഷനിലെ ക്ലച്ചിന് സമീപമുള്ള ഒരു തൊഴുത്തുണ്ട്. ആ തൊഴുത്തിന് പിൻവശത്താണ് ഇപ്പോഴും പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏതായാലും RRT സംഘം സ്ഥലത്തെത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം RRT സംഘം ഇന്നലെ വൈകുന്നേരം അടക്കമുള്ള സമയങ്ങളെല്ലാം തന്നെ പടയപ്പയെ തുരത്താനുള്ള പല ഭാഗങ്ങളിൽ എത്തി തുരത്തുന്നുണ്ടെങ്കിൽ തന്നെയും പടയപ്പ ജനവാസ മേഖലയിൽ വിട്ട് പിന്മാറുന്നില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ നിലയുറപ്പിച്ച പടയപ്പ വാഹനങ്ങളെല്ലാം തടഞ്ഞിരുന്നു. പിന്നീട് ഇതുവഴി വന്ന KSRTC ബസ്, മൂന്നാറിൽ നിന്ന് സൂചിപ്പിക്കുന്ന KSRTC ബസ്സിൽ തുമ്പിക്കയിട്ട് ഭക്ഷണം തിരയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഏതായാലും പടയപ്പയ്ക്ക് ഈ ആഹാരം തേടി കാട്ടിലൂടെയുള്ള യാത്ര ദുഷ്കരമായത് കൊണ്ടായിരിക്കാം ഈ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് എന്നാണ് വകുപ്പ് നൽകുന്ന വിശദീകരണം. കാരണം പ്രായാധിക്യം കൊണ്ട് പടയപ്പ ഇനി ഈ കാട്ടിലൂടെ സഞ്ചരിച്ച് ആഹാരം തേടുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്തരത്തിലാവാം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുള്ളത്. ഏതായാലും ആ ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ ഈ കാട്ടാനക്കൂട്ടത്തിൽ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ആളുകൾ. അതോടൊപ്പം തന്നെ ഇടമലക്കുടിയിൽ ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ എത്തിയ കാട്ടാനക്കൂട്ടം ഈ സൊസൈറ്റിയിലാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഈ റേഷൻ സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരിടം. ഇവിടെ നിന്നായിരിക്കും ബാക്കിയുള്ള കുടികളിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഇന്നലെ 7:00-ഓടെ എത്തിയ ഒരു 7 കാട്ടാനക്കൂട്ടം ഈ സൊസൈറ്റി കുടിയിലെ വാതിലും ജനലും എല്ലാം തകർത്ത ഇവിടെയുള്ള ആഹാര സാധനങ്ങളെല്ലാം തന്നെ പകുതി ഏറെക്കുറെ സാധനങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ചൂട് കനത്തതോടെ മൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സ്ഥിരം കാഴ്ച ആളുകൾക്ക് വലിയൊരു ആശങ്ക തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലബീഷ്. ശരി ബിനീഷ്, ഇടുക്കിയിലെ പല മേഖലകളിലും കാട്ടാനക്കൂട്ടത്തിൻ്റെ വിളയാട്ടം, ചക്കക്കൊമ്പനും അരിക്കൊമ്പനും പടയപ്പയുമൊക്കെ അവരുടെ പരാക്രമങ്ങൾ തുടരുകയാണ്. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് നൽകിയത്.